നല്ല കംഫർട്ടബിൾ ആയിട്ട് സേഫ് ആയിട്ട് ലോങ് ഡ്രൈവ് പോകാൻ പറ്റുന്ന സെഗ്മെന്റ് ആണ് സെഡാൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും അടിപൊളി സാധനമാണ് ഇത് A6 എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന സീറ്റ് ബെൽറ്റ് പോലും പാറ്റന്റ് കൂടാതെ കണ്ട കമ്പനികൾക്കൊക്കെ കൊടുത്ത ഈ പറഞ്ഞ എയർ ബാഗും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച ആൾക്കാരാണ്. നമ്മുടെ ഹെയിൻസ് മോട്ടോഴ്സ് നമ്മൾ ഈ രജിസ്ട്രേഷൻ തന്നെ വെച്ചിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി. ഓക്കെ, കാണാറില്ല ഈ ഒരു സെഗ്മെന്റ്. 5 സീരീസ് കാണാറുണ്ട്. BM-ന്റെ സെഡാൻ ആണ്. റീപ്ലേസോ ഒരു സിംഗിൾ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാക്കനാട് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്ന ഹെയിൻസ് മോട്ടോഴ്സ് പരിചയപ്പെടുത്തില്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ ഇവരുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിപ്പോൾ പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങൾ വേറെ ഒരു ഷോറൂമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലാണ് ലൊക്കേഷൻ വരുന്നത്. കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യാം. ഷോറൂം മാനേജറാണ്. നമസ്കാരം. ബാലു അല്ലേ പേര്? ഓക്കെ, വെൽക്കം. ഓക്കെ, നമസ്കാരം. ഓക്കെ, അപ്പോൾ എത്ര നാളായി ഈ ഒരു ഷോറൂം ഇങ്ങോട്ടേക്ക് മാറിയിട്ട്? നമ്മള് ശരിക്കും നമുക്ക് പ്രീമിയം കാസ് നേരത്തെ ഉണ്ടായിരുന്നു കാക്കനാടില്. നമ്മള് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ റീസെന്റ് ഇപ്പം ഒരു 6 months ആയി നമ്മള് നെട്ടൂര് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതെ, ഓക്കെ. ഇവിടെ ഫുള്ള് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A to Z ഫുൾ പ്രീമിയം സെഗ്മെന്റ്സ് ആണ് ഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നത്. കേരള വാഹനങ്ങളാണോ അതോ നമുക്ക് ബേസ്ഡ് ഓൺ ഡിമാൻഡില് നമ്മളിപ്പം അതർ സ്റ്റേറ്റ് വെഹിക്കിളും എടുക്കുന്നുണ്ട്. ഇപ്പൊ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് ചില വണ്ടികൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിലോമീറ്റേഴ്സ് ഒക്കെ കൂടുതലായിരിക്കും. പക്ഷെ അവര് കൂടുതൽ നോക്കുന്ന ലോ കിലോമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ കസ്റ്റമേഴ്സിന് എടുത്തു കൊടുക്കാറുണ്ട്. നമ്മുടേതായിട്ടുള്ള ഒരു വാല്യുവേഷൻ വെച്ചിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കുന്നുണ്ടോ ഈ വാഹനങ്ങളും കേരള വാഹനങ്ങളും? പിന്നെ എല്ലാ സെഗ്മെന്റ്സും നമുക്ക് നോക്കാം. എല്ലാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ലാൻഡ്മാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? കറക്റ്റ് ലാൻഡ്മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെട്ടൂര് ജുമാ മസ്ജിദിന് തൊട്ട് സൈഡിലായിട്ട്, അതായത് കിയയുടെയും മെഴ്സിഡീസിന്റെയും ഷോറൂമിന് നടുക്കായിട്ട് ഹെയിൻസ് മോട്ടോഴ്സ് എന്നാണ് പേര്. ഇവരുടെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മിഡിൽ ബഡ്ജറ്റ് വാഹനങ്ങളുടെ ഷോറൂം അപ്പുറത്തുണ്ട്, കാക്കനാടുണ്ട് വേറൊരു ഷോറൂം. ഓക്കെ, അപ്പോൾ ഇത് നെട്ടൂരാണ് വരുന്നത്. ഓക്കെ, എന്തായാലും ബാക്കി ഡീറ്റെയിൽ നമുക്ക് കണ്ടു നോക്കാം. പുതിയൊരു ലക്ഷറി കാർ ഷോറൂമാണ്, നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൊബൈൽ ത്രൂ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഒരു ഹെവി ഐറ്റം തന്നെ തുടങ്ങാം. ഫോർഡ് എൻഡവർ ആണ്. KL31 മാവേലിക്കര രജിസ്ട്രേഷൻ വാഹനം. കേരള വണ്ടിയാണ്. കേരള വണ്ടി. ഇത് നമ്മൾ സ്പെക്കിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 മോഡല് 2 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് 4x4. 2020 ശരിക്കും പറഞ്ഞാൽ 2 ലിറ്റർ വന്നുകൊണ്ടിരുന്നത്. 2.2 ലിറ്റർ ഉണ്ട്, 3.2 ലിറ്റർ ഉണ്ട്. 2 ലിറ്റർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിലയബിൾ ആണ് വണ്ടി. പിന്നെ ഓടിക്കാനുള്ള കംഫർട്ടും നോർമലി കൂടുതലാണ്. സിറ്റി ഡ്രൈവിംഗിനൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അത്രയും കോമ്പറ്റീറ്റേഴ്സ് ഉള്ള സമയമാണ്. അതുകൊണ്ടാണ് 27,000 കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നോർമലിലെ കുറവാണ് ശരിക്കും. 4 വർഷം കൊണ്ട് ആ ഒരു കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. ഓക്കെ, ബാക്കി ഷോറൂം സർവീസ് എല്ലാം ഷോറൂം സർവീസ് തന്നെയാണ്. വേറെ ആക്സിഡന്റ്സോ റീപ്ലേസോ ഒരു സിംഗിൾ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. 2 ലിറ്റർ ഡീസൽ 4x4 ഓപ്ഷൻ വരുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. പ്രൈസിങ് എങ്ങനെയാണ്? പ്രൈസിങ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇട്ടിരിക്കുന്നത് 3790 ആണ്. നമ്മൾ പ്രൈസിങ് ഇട്ടിരിക്കുന്നത് 37,90,000 rupees ആണ് ആസ്കിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കിയിട്ട് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഒരു ഫോർഡ് എൻഡവർ മാവേലിക്കര രജിസ്ട്രേഷനുള്ളൊരു ബ്ലാക്ക് 2 ലിറ്റർ ഡീസൽ 4x4 എൻഡവർ ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത കിയ കാർണിവൽ KL75 രജിസ്ട്രേഷൻ, അതായത് ത്രിപുര രജിസ്ട്രേഷൻ ആണ്, തൃശ്ശൂർ ജില്ല. അതെ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 ലിമോസിൻ പ്ലസ് ആണ്. ലിമോസിൻ പ്ലസ് ആണ്. 40,000 കിലോമീറ്റേഴ്സ് ആപ്പാട് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഹാൻഡ് ഡ്രിവൺ ആണ്, വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ്. മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2027 വരെ കമ്പനി വാറണ്ടി കൊടുക്കുന്ന വാഹനം. അതെ, അതാണ് 2027 വരെ ഫുൾ കമ്പനി വാറണ്ടി ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട എൻഡവറിന് എത്ര വരെ ഉണ്ടായിരുന്നു? എൻഡവറിന്റെ വാറണ്ടി നമുക്ക് കഴിഞ്ഞായിരുന്നു. ഓൾറെഡി കഴിഞ്ഞായിരുന്നു. നമുക്ക് വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഔട്ട്സോഴ്സിംഗ് ആയിട്ട് നമുക്ക് വാറണ്ടി എടുക്കാനുള്ള നമ്മൾ അതിനുള്ള ഫംഗ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് 2020 മോഡൽ 27 വരെ വാറണ്ടിയുടെ ലിമോസിൻ പ്ലസ് 40,000 കിലോമീറ്റർ സിംഗിൾ ഹാൻഡ് ഡ്രിവൺ ആണ്. അത്രയും എന്താ പറയാ ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. അതെ, ഒരു ലോങ് ഡ്രൈവ്സ് ഇപ്പോൾ ഫാമിലി ആയിട്ട് നമുക്കൊരു വീക്കെൻഡ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ്. കാരണം എത്ര ലോങ് നമ്മൾ പോയെന്ന് പറഞ്ഞാലും
നമ്മൾ അറിയത്തില്ല. അത്രയും കംഫർട്ടും അത്രയും ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റും എല്ലാം വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. പിന്നെ അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യന്റും ആണ്. എത്ര കിട്ടും? ഓൺ ആൻ ആവറേജ് നമുക്കൊരു 13-14 കിലോമീറ്റർ നമുക്ക് എന്താണെങ്കിലും ഇത്രയും വലിയ വാഹനത്തിലാണ് കിട്ടുന്നത്, ചില്ലറ കാര്യമല്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പ്രൈസിങ് കുറവ്. പ്രൈസിങ് വരുമ്പോഴത്തേക്കിന് 35,90 നമ്മൾ ഇട്ടിരിക്കുന്നത്. 35,90,000 രൂപയ്ക്ക് ഈ ഒരു 2020 മോഡൽ കിയ കാർണിവൽ ലിമോസിൻ പ്ലസ് ആണ്. ഓക്കെ, ഇപ്പോൾ സർവീസ് ഒക്കെ കഴിഞ്ഞ് വെച്ചേക്കാണോ? നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് സർവീസ് കഴിഞ്ഞ്? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ ഓൾമോസ്റ്റ് സർവീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വണ്ടികളായിരിക്കും. അതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇന്റീരിയറും എക്സ്റ്റീരിയറും നമ്മൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് വണ്ടി ലൈക്ക് ബ്രാൻഡ് ന്യൂ ബേബി പോലെ ആയിരിക്കും നമ്മൾ ഡെലിവറി കൊടുക്കുന്നത്. അപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് അത് ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10,000 സർവീസ് ചെയ്താൽ മതി? തീർച്ചയായിട്ടും, അങ്ങനെ മതി. തീർച്ചയായിട്ടും, കാരണം എല്ലാം തന്നെ ഓൾറെഡി സർവീസ് മെയിൻറ്റെയിൻഡ് വെഹിക്കിൾ ആണ്. ചിലപ്പോൾ ഒരു 4 months 5 months ഒക്കെ ഗ്യാപ്പ് ഉണ്ടാവും നമുക്ക് സർവീസിങ്ങിന്റെ എല്ലാം. ഇതിനൊക്കെ ലോൺ ഫെസിലിറ്റി എങ്ങനെ കിട്ടും? ലോൺ ഫെസിലിറ്റി നമുക്ക് ഇവിടെ ഒരു 90% വരെ നമുക്ക് ഫിനാൻസ് സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ട്. ജിലിൻ എന്നാണ് ആളുടെ പേര്. ആള് ഫുൾ ആയിട്ട് തന്നെ നമുക്ക് വേണ്ട അസിസ്റ്റൻസ് നമുക്ക് എല്ലാ ബാങ്കുമായിട്ട് നിലവിൽ ഇപ്പൊ ടൈപ്പ് ഉണ്ട്, ഡയറക്ട്ലി ടൈപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് നോക്കിയിട്ട് മാക്സിമം ഫണ്ടിങ് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതിനൊക്കെ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 3 lakhs ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും. 4 lakhs അപ്രോക്സിമേറ്റ്. എൻഡവറും ഏകദേശം നമുക്കൊരു 5 lakhs ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ഒരു സെഡാനിലേക്ക് വന്നിരിക്കുകയാണ്. ഓഡി A6 ആണ്, KL 33 ചങ്ങനാശ്ശേരിയാണ്. പറഞ്ഞോളൂ, എങ്ങനെ ഇതിന്റെ സ്പെക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 2016 മോഡൽ A6 മെട്രിക്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതായത് ഏറ്റവും ടോപ്പ് ഓഫ് ദി ട്രിം ആയിരുന്നു അന്നത്തെ S ലൈൻ എന്ന് പറയുന്ന വേരിയന്റ്. ജസ്റ്റ് കിലോമീറ്റേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 54,000 കിലോമീറ്റേഴ്സ് ആ പട വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഹാൻഡ് ഡ്രിവൺ ആണ്. സിംഗിൾ ഹാൻഡ് ഡ്രിവൺ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പൊ അറിയാലോ വണ്ടിയുടെ ഓവറോൾ ഒരു ക്വാളിറ്റി. പിന്നെ ഇപ്പം സെഡാൻ ലവേഴ്സിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഫാമിലി ആയിട്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം സസ്പെൻഷൻസ് ഒക്കെ ഫുള്ളി എയർമാറ്റിക്കാണ് വരുന്നത്. എയർമാറ്റിക് മാത്രമല്ല, സെഡാൻ കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മൾ ലോങ് ജേർണിക്ക് ഈ ഒരു എന്താ പറയാ ബോഡി റോളിങ്ങും ലെഗ് സ്പേസും സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്കുള്ള ഹെഡ് റൂമും എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് സേഫ് ആയിട്ട് ലോങ് ഡ്രൈവ് പോകാൻ പറ്റുന്ന സെഗ്മെന്റ് ആണ് സെഡാൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും അടിപൊളി സാധനമാണ് ഇത് A6 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഫസ്റ്റ് വണ്ടിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് വന്നോണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡ്ലൈറ്റ് വെച്ചിട്ടാണ്. കാരണം മെട്രിക്സ് എന്ന് പറയുന്നതിന്റെ ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് മെയിൻലി പറയേണ്ടത്. കാരണം ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കണ്ണടിച്ചു പോകുന്ന അത്രയുള്ളൊരു വെട്ടമുള്ളൊരു ഹെഡ് ലാമ്പാണ് ഇതിന്റെ പരസ്യം തന്നെ വന്നോണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ പണിയാണല്ലേ, നമുക്കൊക്കെ പണിയാണ് ഓപ്പോസിറ്റ് പോകുമ്പോൾ. ഓക്കെ, പ്രൈസിങ് എങ്ങനെയാണ്? പ്രൈസിങ് വരുന്നത് നമുക്ക് 27,50 നമ്മൾ ഇട്ടിരിക്കുന്നത്. 27,50,000. ഓക്കെ, അതാണ് ആസ്ക് ചെയ്യുന്നത്. A6 ആണ്. അതെ, അതിൽ ടോപ്പ് എൻഡ് S ലൈൻ ആണ്. പറയുന്ന പ്രൈസ് നമുക്ക് നേരിട്ട് വന്ന് വണ്ടി ഇഷ്ടപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കേരള വാഹനമാണ്. അതെ, ഒറിജിനൽ കേരള വെഹിക്കിൾസ് ആണ് ഇതെല്ലാം. ഇതിന് തന്നെ റീവണ്ടി നമുക്ക് കിട്ടാനുണ്ടാവും. വില കുറച്ചിട്ട് അതിന്റെ വില വെച്ച് ഇത് കമ്പയർ ചെയ്യാനും പാടില്ല, അതാണ് പറഞ്ഞത്. ഓക്കെ, മാക്സിമം ലോണുകളും കാര്യം ഒരു മാക്സിമം ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാം. ഒരു 4 lakh ഇറക്കാൻ പറ്റും. ഇറക്കാം 4 to 5 lakhs ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. സാധാരണ പ്രീമിയം വണ്ടികളുടെ മൈലേജ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്. മൈലേജ് ഇപ്പൊ എല്ലാവരും കൺസേൺ ആണ്. എത്ര കിട്ടും? ഇതിന് ആവറേജ് നമുക്ക് 2 ലിറ്റർ ആണ് എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം വണ്ടി ഫ്യൂൽ എക്കണോമി ഉണ്ട്. നമുക്കൊരു 14-15 കിലോമീറ്റർ എന്താണെങ്കിലും നമുക്കൊരു എഫിഷ്യൻസി ഉണ്ട്. ഇതെല്ലാം ബേസ്ഡ് ഓൺ ഡ്രൈവിംഗിലാണ്. നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും മൈലേജ്. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഡീസന്റ് ആയിട്ടുള്ള രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14 to 15 കിലോമീറ്റർ എന്താണെങ്കിലും കിട്ടും. എല്ലാ സെഗ്മെന്റും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ഓഡി Q3 ആണ്. ഇത് കേരള വണ്ടിയാണോ റിയോ വണ്ടിയാണോ? ഇത് UP രജിസ്ട്രേഷൻ ആണ്, അതർ സ്റ്റേറ്റ് ആണ്. എവിടെയെങ്കിലും NOC എടുത്തിട്ടുണ്ടോ ഇപ്പോൾ? ഇല്ലില്ല. നമ്മൾ നെക്സ്റ്റ് കസ്റ്റമർ വരുമ്പോഴത്തേക്കിന് ആളുടെ പേരിൽ തന്നെയാണ് നമ്മൾ ഡയറക്ട്ലി NOC എടുത്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് വൺസ് NOC ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3 months ആണ് അതിന്റെ വാലിഡിറ്റി വരുന്നത്. അപ്പം ഡയറക്ട്ലി ഒരു കസ്റ്റമർ വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്ക് അപ്പം തന്നെ മാറിയെടുക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷനിൽ ഒരു പുതിയ വണ്ടി ഇറക്കുന്ന രജിസ്ട്രേഷനിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആളുടെ ആധാർ കാർഡ് അഡ്രസ് ഇപ്പൊ തിരുവനന്തപുരം തന്നെയാണെന്നുണ്ടെങ്കിൽ KL 01 തന്നെ നമുക്ക് ലൈക്ക് പുതിയ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്തു കൊടുക്കാം. അപ്പൊ Q3 എങ്ങനെ ഡീറ്റെയിൽ? Q3 ഇത് 2015 മോഡല് ക്വാട്രോ എഡിഷൻ ആണ്. സിംഗിൾ ഹാൻഡ് ഡ്രിവൺ ആണ്. വിത്ത് പ്രോപ്പർ
റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാ ഹിസ്റ്ററിയും ഉണ്ട്. 45,000 കിലോമീറ്റർ വണ്ടി ആപ്പാടെ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഫുൾ ഹിസ്റ്ററി ലഭ്യമായിട്ടുള്ള വാഹനമാണ്. നിങ്ങൾ ഇവിടെ ഫുൾ ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്? നമ്മൾ ഫുൾ ആയിട്ട് തന്നെ വണ്ടി A to Z കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, സർട്ടിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഫ്ലഡ് ആക്സിഡന്റ് അതെല്ലാം നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റും. അതെ. ഇപ്പം വേറുള്ളൊരു ഫെസിലിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കസ്റ്റമേഴ്സ് വന്നു അവർക്ക് ഇപ്പം എവിടെയെങ്കിലും വണ്ടി കൊണ്ട് കാണിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിനുള്ള ഫെസിലിറ്റി നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് തന്നെ ഓടിയുടെ നിയർ ബൈ നമുക്കിവിടെ ഇഷ്ടംപോലെ സർവീസ് സെന്റേഴ്സും പ്ലസ് ഓതറൈസ്ഡ് സർവീസ് സെന്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. അവിടെ കൊണ്ട് വണ്ടി കാണിച്ച് അവർക്ക് ഫുൾ ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിന്റെ പ്രൈസിങ് 2015 മോഡല് 45,000 കിലോമീറ്റർ സിംഗിൾ ഹാൻഡ് ഡ്രിവൺ വെഹിക്കിൾ ആണ്. 1680 നമ്മൾ ഇട്ടിരിക്കുന്ന വില. ഇപ്പോ എടുക്കാനുള്ള വിലയാണ്, NOC എടുക്കാനുള്ള റേറ്റ്. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ഏകദേശം എത്ര ടാക്സ് വരാൻ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 1680 ഇട്ടിരിക്കുന്ന വിത്ത് NOC റേറ്റ് ആണ്. NOC റേറ്റ് ആണ്. ഇങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഇപ്പൊ 2015 ആയതുകൊണ്ട് നമ്മളൊരു 6 വർഷത്തെ ടാക്സ് നമ്മളിവിടെ അടയ്ക്കേണ്ടി വരും. അത് അപ്രോക്സിമേറ്റ് നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷം രൂപ എടുത്ത് ടാക്സ് വരും. ഏകദേശം അപ്രോക്സിമേറ്റ് ഫിഗർ ആണ്. നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം RTO സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ കറക്റ്റ് എക്സാക്ട് ഫിഗർ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, എന്തായാലും 4 ലക്ഷം ഒരു ഏവറേജ് കണക്ക് പറഞ്ഞാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, താല്പര്യമുണ്ട് കോൺടാക്ട്. ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം മാത്രമേ ഇതിൽ ലോൺ സൗകര്യം എന്തായാലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അതൊരു ചെറിയൊരു ഇതുണ്ട്. നമ്മുടെ ഹെയിൻസ് മോട്ടോഴ്സ് നമ്മൾ ഈ രജിസ്ട്രേഷൻ തന്നെ വെച്ചിട്ട് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫെസിലിറ്റി നമ്മൾ എന്താണെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ മെയിൻ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉണ്ട്, അതർ സ്റ്റേറ്റ് നമുക്ക് ഇവിടെ ലോൺ കിട്ടുമോ എന്നുള്ള രീതിയിൽ. നമ്മൾ അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും പേടിക്കേണ്ട ആവശ്യമില്ല. പലരും റീവണ്ടി എടുക്കാൻ മടിക്കുന്നത് ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അതെ, പലരും ആ ഒരു ബാക്ക് ആവുന്നത് ഒന്ന് പ്രോപ്പറായിട്ട് വണ്ടി നല്ല മെയിൻറ്റെയിൻഡ് ആണോ, പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ലോൺ കിട്ടുമോ. കാരണം മിക്ക കസ്റ്റമേഴ്സും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഒരു ആഗ്രഹമാണല്ലോ ഒരു പ്രീമിയം വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ലോൺ ഫെസിലിറ്റി നമ്മൾ ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 lakhs വരെ നമുക്ക് IT ഇല്ലാത്ത കസ്റ്റമേഴ്സിന് നമ്മൾ 10 lakhs വരെ നമുക്ക് കൊടുക്കാം. നല്ലൊരു ബാങ്കിങ്ങും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ ഓഡിയുടെ കോമ്പാക്ട് SUV നിന്ന് നമ്മൾ BMലേക്ക് വന്നിരിക്കുകയാണ്. BMW ആണ്. BMW KL7 X1 ആണ് വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇതിന്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2017 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ നമ്മൾ 52,000 കിലോമീറ്റേഴ്സേ ഓടിയിട്ടുള്ളൂ. നോർമൽ. ഈ സെക്കൻഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിക്കലി നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, ബട്ട് സിംഗിൾ ഹാൻഡ് ഡ്രിവൺ ആണ്. ഒരു പേര് മാറ്റി കൊടുക്കാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിൽ മാറിയതാണ്. അതായത് ഒരു കമ്പനി നെയിമിൽ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു, അത് ആള് തന്നെ പേഴ്സണലി ആളുടെ പേരിലോട്ട് മാറ്റി. ഇപ്പൊ ചില കമ്പനീസ് നമുക്ക് ഇത്ര വർഷത്തേക്കിനല്ലേ ഒരു വണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് ആയ വണ്ടിയാണ്. ഇപ്പൊ ഇറങ്ങുന്ന X1 തൊട്ട് മുന്നുള്ള ഷേപ്പ്. ഇതിന്റെ 2017 52,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടി അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻഡ് ആണ്. ഏതോ ഓപ്ഷൻ S ഡ്രൈവ് ആണ്. X-Line S ഡ്രൈവ് ആണ്. പിന്നെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇന്റീരിയർ എല്ലാം നല്ലൊരു ബ്ലാക്ക് ആൻഡ് ബീജ് ഉള്ള ഒരു ഇന്റീരിയർ ടോൺ ആണ് വരുന്നത്. പിന്നെ ഫീച്ചേഴ്സ് നമ്മൾ ഇങ്ങനത്തെ വാഹനങ്ങൾക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും. നമ്മൾ വിരലിനകത്ത് അത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും. നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയാലും ലക്ഷറി ഫീച്ചേഴ്സ് ആയാലും എല്ലാം ഉണ്ടാവും. അതെ. പിന്നെ പ്രൈസിങ്ങിന്റെ കാര്യത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 29,90 ആണ് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്. 2017 52,000 കിലോമീറ്റർ BMW X1 അല്ലേ? ഓക്കെ, ഒരു 25 ലോൺ കയറും. 25 നമുക്ക് സുഖമായിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത നമ്മൾ അങ്ങനെ കാണിക്കാത്തൊരു മോഡലാണ്, നമ്മൾ അങ്ങനെ കാണാറില്ല ഈ ഒരു സെഗ്മെന്റ്. 5 സീരീസ് കാണാറുണ്ട്. BMന്റെ സെഡാനാണ്. 5 സീരീസ് കാണാറുണ്ട്, ഇതൊക്കെ കാണാറുണ്ട്. 3 സീരീസ് കാണാറുണ്ട്. ഇത് 6 സീരീസ് ആണ്. 6 സീരീസ് 620 GT ആണ് വരുന്നത്. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇതിന്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2019 മോഡല്, 20 ഡെലിവറി. ഓക്കെ, 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഹാൻഡ് ഡ്രിവൺ ആണ്. സിംഗിൾ ഹാൻഡ് ഡ്രിവൺ KL43 രജിസ്ട്രേഷൻ. ഫോട്ടോ കൊച്ചി രജിസ്ട്രേഷൻ ആണ്. ഫോട്ടോ കൊച്ചി ഉണ്ടല്ലേ? 43 മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ. എത്ര ഡ്രിവൺ പറഞ്ഞ? 33,000 കിലോമീറ്റർ ആപ്പാട് ഓടിയിട്ടുള്ളൂ. ഓക്കെ, വാറണ്ടി അവൈലബിൾ ആണ്. നമുക്ക് വാറണ്ടി ഇപ്പം കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വാറണ്ടി നമുക്ക് എടുത്തു കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കമ്പനി തന്നെ കിട്ടും. BME തന്നെ നമുക്ക് വാറണ്ടി എടുത്തു കൊടുക്കാൻ പറ്റും. ഓക്കെ.
എക്സ്റ്റൻഡഡ് വാറണ്ടി ആയിട്ടുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് വാറണ്ടി എടുത്തു കൊടുക്കാം, ചെയ്യാൻ പറ്റും. 2020 മോഡലാണ്, 2019 മോഡൽ, 20 33,000 കിലോമീറ്റർ. ഓക്കെ, പറഞ്ഞോളൂ എത്രയാ ഇതിന്റെ പ്രൈസ് വരുന്നത് 55 ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, 55 ലക്ഷം രൂപയാണ് ഇട്ടിരിക്കുന്നത്. കേരള വാഹനമാണ്. നമ്മളിപ്പോൾ കണ്ടതിൽ ഒരു ഓടി ക്യൂത്തിന് മാത്രമാണ് നമ്മൾ റീവാഹനം പറഞ്ഞത്. ബാക്കി ഇപ്പോൾ കണ്ട മൊത്തം കേരള ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. ഓക്കെ, എന്താ പറയാ, ഒരു അട്രാക്റ്റീവ് കളറാണ്, അട്രാക്റ്റീവ് BM-ന്റെ തന്നെ ഒരു സിഗ്നേച്ചർ കളർ കളറാണ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഓക്കെ, പിന്നെ GT ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സെഡാനിൽ ലോങ് ഡ്രൈവ്സ് അടിപൊളിയായി, പവറും ഉണ്ട്. പിന്നെ എൻജിൻ മൈലേജും റിലയബിൾ ആണ്. എത്ര വരാൻ ചാൻസ് ഉണ്ട്? ആവറേജ് നമുക്കൊരു 15 to 16 കിലോമീറ്റർ അത്രയൊക്കെ കിട്ടൂല്ലേ? ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിൽ അങ്ങനെ പ്രീമിയത്തിൽ നമ്മൾ ആദ്യം ബെൻസിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. KL 2 രജിസ്ട്രേഷനുള്ള GL 350 ആണ് വാഹനം. ഓക്കെ, പറഞ്ഞോളൂ. ഇതിന്റെ സ്പെക്ക് നോക്കുവാണെങ്കിൽ 2015 മോഡല് GL 350 സിംഗിൾ ഹാൻഡ് ഡ്രിവൺ ആണ്. 72,000 കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ ആണ്. ഓൺ ആൻ ആവറേജ് നമ്മൾ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു എന്നാ പറയുന്നത് 8,000 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ വെച്ചിട്ട് നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, വേറെ ആക്സിഡന്റ്സോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഓക്കെ, നിലവിൽ ഇതിന്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ? ഇൻഷുറൻസ് എല്ലാം വാലിഡ് ആണ്. ഏകദേശം എത്ര കോസ്റ്റ് വരുന്നത് നമുക്ക്? ഇൻഷുറൻസിന്റെ കോസ്റ്റ് ആണ്. ഇൻഷുറൻസിന്റെ വരുമ്പോഴത്തേക്കിന് അപ്രോക്സിമേറ്റ് നമുക്കൊരു 30,000 റുപ്പീസ് ഇയർലി നമുക്കൊരു കോസ്റ്റ് വരും. ഓക്കെ, ഇതൊക്കെ റെഗുലർ സർവീസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് നമുക്കൊരു 35 റേഞ്ച് വരും, 35-40 ആ റേഞ്ച് വരും ഇയർലി മെയിൻ്റെനൻസ് ആയിട്ട്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. ഓക്കെ, എത്രയാണ് പാസ് ചെയ്യുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ 42 lakhs ആണ് ചോദിക്കുന്നത്. 42 ആണ് ചോദിക്കുന്നത്. 2015 മോഡൽ GL 350 72,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ്. അതെ. ഓക്കെ, ഫിനാൻസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 35 ലക്ഷം രൂപ വരെയൊക്കെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റുമല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് കാർ കമ്പനി അല്ലേ, വോൾവോ. അതായത് നമ്മൾ ഇന്ന് കാണുന്ന സീറ്റ് ബെൽറ്റ് പോലും പാറ്റന്റ് കൂടാതെ കണ്ട കമ്പനികൾക്കൊക്കെ കൊടുത്ത് ഈ പറഞ്ഞ എയർ ബാഗും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച ആൾക്കാരാണ്. അതാണ് വോൾവോ. ഇവരുടെ ടെസ്റ്റിംഗ് നിങ്ങൾ യൂട്യൂബിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കുക, അപ്പോൾ കാണാം കാർ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. അതെ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. XC40 2018 മോഡല് സിംഗിൾ ഹാൻഡ് ഡ്രിവൺ KL 07 രജിസ്ട്രേഷൻ, എറണാകുളം രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. 30,000 കിലോമീറ്റർ ആപ്പാട് ഓടിയിട്ടുള്ളൂ, 30,000 കിലോമീറ്റർ. ഇതിപ്പോ മെയിൻലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് കമ്മ്യൂട്ടിങ്ങിന്, അതായത് സിറ്റി ഡ്രൈവിങ്ങിന് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതെ, ഡീസലാണ്. അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യന്റും ആണ്. ഓൺ ആൻ ആവറേജ് നമുക്കൊരു 15-16 കിലോമീറ്റർ എന്താണെങ്കിലും കിട്ടും. വോൾവോന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയാണ് സാധാരണ? വോൾവോയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് വരുമ്പോഴത്തേക്കിന് ഒരു നോർമലി വരുന്ന ഒരു കോസ്റ്റ് തന്നെ വരുന്നുള്ളൂ, വലിയ അങ്ങനെ ഹെവിയർ സൈഡ് ആയിട്ടൊന്നും വരുന്നില്ല. ഒരു 25 ഇയർലി ഒരു 25. പിന്നെ ആ ഒരു ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റുമ്പോഴത്തേക്കിനാണ് ബാക്കിയുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റിയർ ആയിട്ട് വരുന്നത്. നോർമലി വരുന്നുള്ള മെയിൻ്റനൻസ് തന്നെയുള്ളൂ. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അതെ, അകത്തിരിക്കുന്നവർ എപ്പോഴും സേഫ് ആയിരിക്കും, ഒന്നും പേടിക്കണ്ട. അതെ. ഓക്കെ, ഇതിന്റെ ഒരു XC90 ഉണ്ട്, അത് ഇതുവരെ എന്തോ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതിനിതുവരെ ഒരാൾ പോലും മരിച്ചിട്ടില്ല. അതെ. അതിന്റെ ശരിക്കും ഒരു അഡ്വർടൈസ്മെന്റിനുണ്ട്, ഇവര് പടിപടിയായിട്ട് ഇങ്ങനെ വണ്ടികൾ അടുക്കി വെച്ചിട്ട് ഉള്ളൊരു അഡ്വർടൈസ്മെന്റ്. ഓക്കെ, ഇതിപ്പോ എങ്ങനെ ആസ്ക് ചെയ്യുന്നത്? ഇതിന്റെ സ്പെക്ക് നമുക്ക് 2018 30,000 കിലോമീറ്റർ 37,80 ആണ് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്. 2018. ഓക്കെ, ലോണ് നമുക്ക് ഏകദേശം ഒരു 85-90% വരെ നമുക്ക് ചെയ്തു കൊടുക്കാം, ചെയ്യാൻ പറ്റും. ഇത് ടോപ്പ് എൻഡ് ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇൻസ്ക്രിപ്ഷൻ AWD ആണ്, ഓൾ വീൽ ഡ്രൈവ് ആണ്, AWD ആണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓഡിയുടെ A4 ആണ്, അതായത് പ്രീമിയം സെഗ്മെന്റിൽ ബെൻസ് C ക്ലാസ്, BMW 3 സീരീസ്, ഓഡി A4. ഇതാണ് തുടക്കക്കാർക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സെഗ്മെന്റ് അല്ലേ? എൻട്രി ലെവലില് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലർ എന്ന് വേണേൽ പറയാം. അതെ, അതിൽ തന്നെ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ഇതിൻ്റെ മേലോട്ടുള്ള സെഗ്മെൻറ്റ് അപേക്ഷിച്ചിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് സാധാരണ വണ്ടികൾ അപേക്ഷിച്ചില്ല. മെയിൻ്റനൻസ് കുറവായിരിക്കും. ഒരു മിഡിൽ ക്ലാസ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു സെഗ്മെൻറ്റാണ്. അതെ, ഇപ്പം എൻട്രി ലെവലിൽ പ്രീമിയം എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും A4. ഓക്കെ, അതിൽ തന്നെ മെയിൻ്റനൻസും ഫ്യൂവൽ എഫിഷ്യൻസി എല്ലാം
ഉള്ളൊരു സെഗ്മെന്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഇന്റീരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും ബിൽഡ് ക്വാളിറ്റി വൈസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു ഓപ്ഷനാണ് A4. ഇത് അതർ സ്റ്റേറ്റ് ആണ്, ഇപ്പോൾ ആയിട്ടില്ല ഇങ്ങോട്ട്. ഇതിപ്പോൾ എവിടെയെങ്കിലും NOC എടുത്തിട്ടുണ്ടോ? ഇത് നമ്മൾ NOC എടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ബയർ വരുമ്പോഴത്തേക്കിന് ആളുടെ പേരിലോട്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ NOC എടുത്തു കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ സെഗ്മെന്റും ഉണ്ട്. ആണ്, ഉണ്ട്, കേരള വണ്ടിയാണെങ്കിൽ കേരള വണ്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. സാധാരണ എന്ന് വെച്ചാൽ ഒന്നുകിൽ മാത്രം അല്ലെങ്കിൽ കേരള വണ്ടി മാത്രം അങ്ങനെയാണ് കാണാറുള്ളത്. ഇത് രണ്ടും കൂടെ ഉണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞോളൂ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡല് ഓഡിയുടെ തന്നെ A4ന്റെ S-Line എന്ന് പറയുന്ന മോഡലാണ്. S-Line എന്ന് പറയുന്ന വേരിയന്റ് ആണ്, ഏറ്റവും ടോപ്പ് ഓഫ് ദി വേരിയന്റ് ആണ്. പിന്നെ കിലോമീറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 44,000 കിലോമീറ്റർ ആപ്പാടെ ഓടിയിട്ടുള്ളൂ വണ്ടി. സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പറാണ്. 44,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഒറ്റൊരാൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. 2014 അത്. അതെ. ഓക്കെ, എത്രയാണ് പാസ് ചെയ്യുന്നത്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കിന് 13 lakhs ആണ് വിത്ത് NOC നമ്മൾ ചോദിക്കുന്നത്. 13 ലക്ഷം രൂപ വിത്ത് NOC. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ രജിസ്ട്രേഷനിൽ ഒരു അടിപൊളി വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്യാവശ്യം ഒരു 16-17 മൈലേജ് കിട്ടും. എന്താണെങ്കിലും 15 to 16 ഉറപ്പായിട്ടും മൈലേജ് കിട്ടും. ലോങ് ഡ്രൈവില് 18-19 കിട്ടുന്ന കസ്റ്റമേഴ്സ് നമ്മൾ കൊടുത്ത കസ്റ്റമേഴ്സ് തന്നെയുണ്ട്. അതാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഫ്യൂവൽ എഫിഷ്യൻസിയുള്ള മെയിൻ്റനൻസും കമ്പാരിറ്റീവ്ലി കുറഞ്ഞൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ രജിസ്ട്രേഷനിൽ എടുക്കാനും പറ്റും. അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലൈറ്റിംഗ് എല്ലാം പോയി തുടങ്ങി. എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. നിങ്ങളുടെ കമൻസുകൾ, അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണ് കമൻസുകളെ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ വീഡിയോൻ്റെ റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറന്നു പോകണ്ട. അത് പലർക്കും പിന്നീട് ഡൗട്ടാണ്. നമ്പർ എവിടെയെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇടക്കിടയ്ക്ക് വരാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇത്രയും നേരം ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ അല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഒരു ഫസ്റ്റ് വ്യൂ എന്നോ മറ്റൊരു കമൻറ്റ് അടിക്കുക. കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് അടിച്ചെന്ന്. പുതിയ ആളുകളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. വളരെ നന്ദി. താങ്ക് യു. ഓക്കെ, ബൈ.